അതുകൊണ്ട് എന്റെ കിണുങ്ങുന്ന കിണ്ണാപ്പ് ഞാൻ ഉപേക്ഷിക്കുകയാണ്. ചാടി ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് വന്നിട്ട് കച്ചേരിലോട്ട് അവന്റെ ഗുണ്ടായസം കാണിക്കുക. ചാടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് പറയാ കാറ്റടിക്കലാന്ന് ഇതിലേ കൂടെ വണ്ടിക്ക് തയ്യാറിന്. അല്ല ഇത് എന്താ പറഞ്ഞേ? ചേച്ചിയുടെ കൊച്ചിന്റെ ചോറൂണ് എവിടെ വെച്ചാ കൊടുക്കുന്നത്? ഞങ്ങളൊക്കെ വായി വെച്ച കൊടുക്കുന്നത്, നിങ്ങളൊക്കെ എവിടെ വെച്ച കൊടുക്കുന്നത്? ഞാനും ഷൈനിയും കൂടെ ഒരു ചെറിയ സിനിമ രണ്ടര പിള്ളേരുടെ മൊബൈൽ കിടപ്പുണ്ടെന്ന് അതൊന്നും അല്ല. പറഞ്ഞാൽ ഞാനും ശ്രീലതയും കൂടെ ഉള്ള സിനിമ ആയിരിക്കും. അതുമല്ല. ഞാനും ബിന്ദുവും കൂടെ ഉള്ള സിനിമ ആയിരിക്കും. എന്താ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് പോലുള്ള ഒരു വർഷം ഇത്രയും സിനിമ ജോലിയാവും. അങ്ങനെ ഞാൻ ആദ്യ രാത്രി പറഞ്ഞു ചേട്ടാ കട്ടിൽ കയറി കിടക്കേട്ടാന്ന്. ആ സമയം അപ്പൊ ഓടി പോയി കട്ടിൽ അടി കിടന്നു. കട്ടിന് അടി കയറി കിടന്ന് ഇവൻ വണ്ടി പണിയുന്നത് അന്ന് അടി കിടന്നല്ലേ പണിയുന്നത്. ആ ശീലമായി പോയി. ഫാമിലി ആയിട്ട് യു എസിലാണ് അമേരിക്കയിലാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ ഇവിടെ ഇങ്ങനെ ഫിലിം പ്രൊഡ്യൂസ് നമുക്ക് പൂർണ്ണമായിട്ട് റിമൂവ് ആക്കും. അത് ഞാൻ എന്റെ ഭാര്യ അവിടെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങ് പോയിരുന്നു. ഭാര്യ ഇപ്പോഴും യൂസ് ചെയ്യണം. അതവിടെ ഒറ്റയ്ക്ക് ആറാടുകയാണ്. അത്തിയും വേണ്ട തോക്കും വേണ്ട, ഇത്രയും 3-4 കള്ളക്കട മാത്രം മതി. കള്ളക്കടയോ? താണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ അടിയിലൊന്നും ഇട്ടിട്ടില്ല, ചാടി നെഞ്ചതി ആവട്ടെ. മാഡം കറക്റ്റ് അങ്ങനെ ബഹുമാനത്തോടെ ചോദിക്കണം. ചെറിയ ചന്ദ്രിയാണോ വലിയ ചന്ദ്രിയാണോ ചോദിച്ചു. അത് കറക്റ്റ് അല്ല. അതിന് പിന്നെ പ്രശ്നം എന്തുവാ? അന്നേരം ഈ വിരൽ വെച്ചില്ലായിരുന്നു, ചന്ദ്രയുടെ രീ അങ്ങ് തെറിച്ചു പോയി. അതിന് പ്രശ്നം ഒന്നുമില്ല മാഡം. ചെറിയ നിനക്ക് വാഴക്കാ കിട്ടും. കൊച്ചു കുഞ്ഞുങ്ങളെ മുളിക്കുന്ന പോലെ ഉദ്ദേശവൻ എന്താണ് எங்க புள்ளிங்க எல்லாம் பயங்கரம் எங்களை பார்க்க தம்மனம் வாங்கி പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കാനാ? അമ്പലത്തിൽ ദീപാരാധന മണിയടി കേട്ട്. അയ്യോ അതല്ല, ഞാൻ ഇത് നെറ്റ് ഓൺ ചെയ്തപ്പോഴേ മെസ്സഞ്ചറിലെ നോട്ടിഫിക്കേഷൻ ചെയ്തതാ. എന്റെ അനിയൻ കുട്ടാ, ഇത്രയും പേര് കയറി കൊടുക്കണല്ലേ. എന്നെങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ആ ഡയലോഗ് പറയേണ്ടി വന്നേനെ. ഏത് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാത്രമേ ആ സിനിമ കാണത്തുള്ളൂ എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് വിളിക്കാൻ. ബുദ്ധിമാൻ വേണമെന്നുള്ളൂ. ശരീരം വലിയ ശരീരം കേട്ടോ. ആ ഒരു വാക്ക് എന്റെ മനസ്സിലൂടെ കയറിയോ? നിന്റെ മനസ്സിലൂടെ വാക്കായതെന്ന് എനിക്ക് മനസ്സിലായി. അവള് കരഞ്ഞോണ്ട് വന്നതല്ലോ. അല്ല, പട്ടിണിയാന്ന് പറഞ്ഞല്ലോ. അതുമല്ല. പിള്ളേര് പട്ടിണി കിടക്കുന്നത് അതുമല്ല. പിന്നെന്തായിരുന്നു? എന്റെ ഭർത്താവ് ഇട്ടിട്ട് പോയി, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളെന്നുള്ള. സാഹിബിനെ ഒന്ന് കാണണം, ആപ്പിള് പോലെ ഇരിക്കുവായിരുന്നു. പക്ഷെ മദാമയ്ക്ക് എന്നോട് മുടിഞ്ഞ പ്രേമം. ചിലർക്ക് ആപ്പിൾ ഉണ്ടല്ലോ ചക്കുക്കുരി കിട്ടുന്നതിനോടാ താല്പര്യം കൂടുതൽ. പോലീസ് സ്റ്റേഷനല്ലേ? അതെ, ഏകദേശം 1 കിലോ വരുന്ന ഒരു മയക്കുമരുന്ന് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് എത്ര ഞങ്ങൾക്ക് എത്ര. ഞങ്ങളെ തേക്കാനൊന്നും നോക്കരുത്, അതോ ഞങ്ങൾ വേറെ സ്റ്റേഷനിൽ കൊടുക്കും. ഞാൻ കൂട്ടി പോയി അച്ഛാ അച്ഛാന്ന് വിളിച്ച് ഉടനെ അച്ഛൻ പറയല്ലേ, മക്കളെ ഞാൻ നിന്റെ അച്ഛനല്ല, ഞാൻ നിന്റെ അച്ഛനല്ല, ഞാൻ ഇപ്പൊ പുലിയാടി മോളെ എന്ന്. എന്നിട്ട് അതിന്റെ മുൻകൂർ പൈസ മൊത്തം നിങ്ങളെ ആദ്യം തന്നല്ലയോ, പിന്നെ എന്തിനാ ഇപ്പൊ 29 രൂപ? ഇത്ര നേരം ഞാൻ ഈ വള്ളം പണിയതേ യൂട്യൂബിൽ നോക്കിയായിരുന്നു. ഇപ്പൊ നെറ്റ് തീർന്നു. 29 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടേ അത് നോക്കിയെങ്കിൽ മാത്രം ഈ ആപ്പ് എവിടെ വെക്കണം എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ മഴ തവണ മാത്രം സ്റ്റാറ്റസ് പറ്റിയ സാധനം. സാറേ സാറേ ഇതുപോലെ സ്റ്റാറ്റസ് വരെ സൂക്ഷിക്കണം. വരെ സ്വിമ്മിംഗ് പൂളിൽ മൂത്രം ചോദിച്ചു. കുടിക്കാൻ എന്തെങ്കിലും? കാട്ടിൽ കുറച്ച് തേൻ തരട്ടെ. തേൻ വേണ്ട. ഈ തേനീച്ചയുടെ വായിൽ നിന്ന് നിറയ്ക്കുന്ന ദ്രാവകം എനിക്ക് ഇഷ്ടമല്ല. എന്നാ 2 കോഴിമുട്ട തരാം പുഴുങ്ങിയത്. അതെടുത്തോ. അത് വായിന്ന് വരുന്നല്ല. ഞാനൊരു അരണ കുടുംബത്തിലെ അരണ കുടുംബോ? അശരണ. അത് കറക്റ്റാണ്. അശരണ കുടുംബം ആണെങ്കിൽ അത് ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. எங்க புள்ளிங்க எல்லாம் பயங்கரம் எங்களை பார்க்க தம்மனம் ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്തെങ്കിലും ചെയ്യ അങ്ങോട്ട്. ഇറങ്ങ മയിലേ, മയിലേ ഇറങ്ങായി. എന്റെ പൊന്നോ എന്നെ മയിലേന്ന് വിളി. എവിടെയോ ഒരു കീ ഉണ്ടായിരുന്നെന്ന് സോണി എന്നോട് പറഞ്ഞു.
1ാം ക്ലാസ്സിൽ നല്ല ശീലം ക്ലാസ് എടുക്കാൻ വന്ന ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു ആദ്യം ശീലിക്കേണ്ടത് 2 നേരം പല്ല് തേക്കാനാണെന്ന്. പക്ഷെ ഞങ്ങൾ ടീച്ചറിന്റെ പല്ലിലോട്ട് നോക്കിയപ്പോ 32-ൽ 28 എണ്ണം ഹൽദിക്ക് കോസ്റ്റ്യൂം ഇട്ട പോലെയായിരുന്നു ഉണ്ടായിരുന്നത്.